നമസ്കാരം. ഇത് പുതിയ ചാനലാണ്, കേരള അസ്ട്രോളജർ ശ്രീവാസ്തവ്. പുതിയ വീഡിയോസും മറ്റും ഇതിലാകും പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വിഷകന്യാ യോഗത്തെക്കുറിച്ചാണ്. ചില നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളെ വിഷകന്യാ യോഗമുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ജാതക ചർച്ച സമയത്തിൽ, വിവാഹ സമയങ്ങളിൽ ജാതക ചർച്ച നോക്കുന്ന സമയത്തിൽ ഇന്നിന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളെ പ്രത്യേകം മാറ്റി നിർത്തിയിട്ട് അവരുടെ ജാതകം നോക്കണ്ട, അവർ വിഷകന്യാ യോഗമുള്ളവരാണ് എന്നുള്ളൊരു മിഥ്യാധാരണയോടുകൂടി മാറ്റിവെക്കുന്നൊരു പ്രവണത രക്ഷിതാക്കൾക്കിടയിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. ആയില്യം, ചതയം, വിശാഖം എന്നീ 3 നക്ഷത്രങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത്തരം നക്ഷത്രങ്ങൾ ജനിച്ച സ്ത്രീകൾ വരുമ്പോൾ വിഷകന്യാ യോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുന്ന ഒരു പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇവിടെ പ്രധാനമായും ചെയ്യുന്നത്. അതുപോലെ തന്നെ തൃക്കേട്ട, മൂലം, ചിത്ര മുതലായിട്ടുള്ള നക്ഷത്രങ്ങളും ഇതേ ഒരു കാരണത്തേക്കുണ്ട്. ജ്യേഷ്ഠഭ്രാതരം അംബികം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു പ്രമാണപ്രകാരം ദോഷത്തിനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലൈൻഡായിട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കുന്ന ഒരു പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇത് തികച്ചും അജ്ഞത കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാണ് കേരള ജ്യോതിഷത്തിൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചില പ്രത്യേക തിഥിവാര നക്ഷത്രത്തിൽ ജനിക്കുന്ന പെൺകുട്ടികളെ വിഷകന്യക എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. വിഷകന്യാ യോഗമുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക്, ആ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിനും കുടുംബത്തിനും എല്ലാം തന്നെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുമെന്നുള്ളതും അനുഭവ സത്യം തന്നെയാണ്. പക്ഷെ അത് ഈ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം വിഷകന്യാ യോഗമാകും എന്ന് പറയുന്നവിടെയാണ് മിഥ്യാധാരണ പൊതുവെ പ്രധാനമായിട്ടുമുള്ളത്. അതായത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമായില്ല. ആയില്യ നക്ഷത്രത്തിനോടൊപ്പം തന്നെ അത് അന്ന് ശനിയാഴ്ചയായിരിക്കണം, ദ്വിതീയ തിഥി ചേർന്ന് വരണം. അതുപോലെ തന്നെ ചതയൻ നക്ഷത്രത്തിനോടൊപ്പം ദ്വാദശിയും ഞായറാഴ്ചയും ചേർന്ന് വരണം. വിശാഖം നക്ഷത്രത്തിനോടൊപ്പമാണെങ്കിൽ സപ്തമിയും ചൊവ്വാഴ്ചയും ചേർന്ന് വരണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ആയില്യം ദ്വിതീയ, ചൊവ്വാഴ്ച ദിവസം ചതയം സപ്തമി, ഞായറാഴ്ച ദിവസം വിശാഖം ദ്വാദശി, ഇങ്ങനെയും വിഷകന്യാ യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2-3 രീതിയിൽ വിഷകന്യാ യോഗത്തിനെ നിർണ്ണയിക്കുവാനുള്ളതായിരിക്കുന്ന മാർഗങ്ങൾ ആചാര്യൻ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം ഇവിടെ പറയുന്നില്ല. അത് തീർച്ചയായും ഒരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്ത് അറിയേണ്ടതായിരിക്കുന്ന വിഷയമാണ്. കാരണം നക്ഷത്രം മാത്രം നോക്കിയിട്ടല്ല വിഷകന്യാ യോഗത്തിനെ പ്രധാനമായിട്ടും പറയുക. ഗ്രഹനില വശാലും അറിയാൻ കഴിയും. ഉദാഹരണത്തിന് ലഗ്നത്തിൽ ശുഭഗ്രഹവും പാപഗ്രഹവും നിൽക്കുന്ന സമയത്ത് 2 പാപന്മാർ 6 നിൽക്കുക, സൂര്യൻ 5, ശനി ലഗ്നത്തിൽ, ചൊവ്വ 9 എന്നീ ഗ്രഹസ്ഥിതികളിൽ ജനിക്കുന്ന സ്ത്രീകൾക്കും വിഷകന്യാ യോഗമുണ്ടാകും എന്നുള്ളത് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഫലം പൊതുവെ വിഷകന്യാ യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അവർക്ക് സന്താനഹീനതയും വൈധവ്യ ദുഃഖവുമാണ് പൊതുവെ പ്രധാനമായിട്ടും പറയുക. അതിന് പരിഹാരമായിട്ട് ധാരാളം കാര്യങ്ങൾ ആചാര്യന്മാർ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതൊന്നും തന്നെ നോക്കാതെ ബ്ലൈൻഡായിട്ട് അതിനെ ഒഴിവാക്കുന്നൊരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ദോഷകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിട്ടാണ് പൊതുവെ പറയുക. ആ സ്ത്രീയുടെ മനോവിഷമം കൂടി നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും എന്നുള്ളതായിരിക്കുന്ന ഒരു ഓർമ്മ പ്രധാനമായിട്ടും വേണം. അഥവാ ഇനിയിപ്പോൾ ജാതകം നോക്കി ജാതകത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ളതായിരിക്കുന്ന ദോഷങ്ങൾ ആ സ്ത്രീ ജാതകത്തിൽ ഉണ്ട് എന്ന് തന്നെ വെക്കുക. എങ്കിലും അതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, വിഷകന്യാ ദോഷകാരകങ്ങളായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ സാധിക്കും എന്നുള്ളത് അനുഭവ സത്യമാണ്. ഇത്തരത്തിൽ വിഷകന്യാ യോഗമുള്ളതായിരിക്കുന്ന ഒരുപാട് ജാതകങ്ങൾ സുഖമായി കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. തീർച്ചയായിട്ടും ഈ നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളൊരു കാരണത്തെ കൊണ്ട് അത് ഒഴിവാക്കുന്നത് ഒരു ദോഷം തന്നെയാണ് പൊതുവെ പ്രധാനമായിട്ടും പറയാം. ഈ വിഷകന്യാ യോഗം പൂർണ്ണമായും തികഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരവസ്ഥയാണ് ജാതകത്തിലുള്ളതെങ്കിൽ ഇതിന് പരിഹാരമായിട്ട് സാവിത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള പരിഹാരമാണ്. അതുപോലെ തന്നെ അശ്വത്ഥ വിവാഹം ചെയ്ത ദീർഘായുസ്സായ പുരുഷനുമായി വിവാഹം ചെയ്യിക്കുകയും വേണ്ടതാണ്. അത് ജാതകം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പൂർണ്ണമായും ദീർഘായുസ്സുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജാതക ചർച്ചയിൽ ദോഷസാമ്യെല്ലാം തന്നെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം
കല്യാണം ഉറപ്പിക്കുകയാണെങ്കിൽ അത് യാതൊരു തരത്തിലും ദോഷം ചെയ്യില്ല. മാത്രമല്ല, ജാതകത്തിലുള്ള ഈ വിഷകന്യകാ യോഗത്തിന് തന്നെ ജാതകത്തിൽ തന്നെ പരിഹാരം ഉണ്ട്. ലഗ്നാലോ ചന്ദ്രാലോ 7-ൽ ശുഭഗ്രഹം നിൽക്കുകയും 7-ാം ഭാവത്തിൻ്റെ അധിപതി ശുഭനായി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാലും വിഷകന്യാ യോഗത്തിന് പരിഹാരമാകും എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇത്തരം നക്ഷത്രത്തിൽ വന്നു എന്നുള്ളൊരു കാരണത്തെ കൊണ്ട് ഒഴിവാക്കരുത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിന്, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് ഇല്ലാതെയാക്കരുത് എന്നുള്ളൊരു അപേക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.